ഇന്ന് വൈകിട്ട് രണ്ടുപേരും റെഡി ആയിട്ട് നിക്കണേട്ടാ. എന്തുട്ടാ? ഐ മറന്നോ? ഇന്ന് കടയിൽ സ്റ്റോക്ക് എത്താണ്, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗിന്റെയും കൊടയുടെയും ഒക്കെ. ഞാൻ മാത്രം പോയാ പോരാട്ടാ, മഞ്ജും കൂടി പോണുണ്ട്. അച്ഛാ പീപ്പി ഉള്ള കൊടയുണ്ടോ? ഉണ്ടല്ലോ. അച്ഛാ വാട്ടർ ബോട്ടിൽ വേണ്ടേ? ആ വെള്ളം കുടിക്കാത്ത നീ തന്നെ വാട്ടർ ബോട്ടിൽ ചോദിക്കണേട്ടാ. അച്ഛാ വാട്ടർ ബോട്ടിൽ വേണം. ഓക്കെ തരാലോ, അങ്ങടേക്ക് വാ, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുന്നേ. കല്ലുവേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലത്തെ പരസ്യങ്ങള്? മഴ മഴ കുട കുട എന്റെ പഞ്ചാര കുടയാ ഉമ്മ. ഇതല്ലേ രഘുവേട്ടാ? ഐ മുഴുവനും പറഞ്ഞുല്ലോ, ഓർമ്മയുണ്ട് അല്ലേ? പിന്നില്ലാണ്ടിരിക്കോ? അമ്മയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്ന? പിന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? ഇവളുടെ വിചാരം ജനിച്ചപ്പോഴേ അമ്മ ഇങ്ങനെ ഇരുന്നു. അമ്മ എന്നെപ്പോലെ കുട്ടിയായിരുന്ന? അതേന്ന്. സ്കൂളിൽ പോയിട്ടുണ്ടാ? പിന്നെ പോവാണ്ട് വെറുതെ പോയില്ലേ? അമ്മേ എന്താണ്? അപ്പൊ ഞാനും വലുതാവോ? ഉവ്വ്, എല്ലാരും വലുതാകും. ഐ ഇതെന്തുണ്ടാ കരയണേ? അവക്ക് എന്തേലും വേണ്ടേ അമ്മേ? പുതുതായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. ഷോ, എന്തുട്ടാ അച്ഛന്റെ മുത്തിന് ഇത്രയും സങ്കടം? അങ്ങനെ പറഞ്ഞാല് എല്ലാരും വലുതാവില്ലേ? അതെങ്ങനെ ശരിയാവും? ഇതിനെ കൊണ്ട് തോറ്റൂലോ രഘുവേട്ടാ. ഡിയേ, എന്തേലും ചെയ്യണട്ടാ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ നിർത്താണ്ട് കരയും. ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ മാസം ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് കരഞ്ഞിട്ട് അവസാനം പനിയില്ല നിന്നത്. എന്ത് പറയാനെപ്പോ എനിക്കൊന്നും പിടികിട്ടണില്ല, ആലോചിക്കട്ടെ. ആയിഷേ, പക്ഷെ നിനക്ക് വലുതായേ പറ്റുള്ളൂട്ടാ. കാരണം നീ പച്ചക്കറിയൊന്നും കഴിക്കില്ലല്ലോ, അപ്പൊ പിന്നെ നീ പറയണ കാര്യം എനിക്ക് സാധിച്ചു തരാൻ പറ്റില്ല. പച്ചക്കറി കഴിച്ചാല് ഞാൻ വളരില്ലേ? അങ്ങനല്ല, പച്ചക്കറി കഴിക്കണ കുട്ടികളുടെ ആഗ്രഹമേ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അവിടെ പറ്റിച്ച് പച്ചക്കറി കൊടുക്കാനുള്ള വേലയാണല്ലേ മിടുക്കി. പിന്നല്ലാണ്ട്. പക്ഷെ പച്ചക്കറി എനിക്ക് ഇഷ്ടമല്ല. എന്തു പറയണു? കുറച്ചെങ്കിൽ കുറച്ച് അത്രയും ഉള്ളി ചെല്ലൂലോ. അപ്പൊ ഉച്ചക്കത്തേക്ക് എന്താ കൂട്ടാൻ വേണ്ടേ? ഞാൻ ഉദ്ദേശിച്ച പച്ചക്കറിയാണ്. അമ്മേ, തീയലും ബീൻസ് ഉപ്പേരി ഉണ്ടാക്ക്. കൊറേ നാളായി തീയല് കൂട്ടിയിട്ട്. ഐഷു എന്ത് പറയണു? തീയലെങ്കിൽ തീയല് ഉണ്ടാക്കിക്കോ, പക്ഷെ തൈര് വേണട്ടാ. അതൊക്കെ തരാം. എനിക്ക് പപ്പടം അമ്മേ. വേണച്ച പപ്പടം ഞാൻ പൊരിക്കാം. എന്താണ് ഏട്ടനടുത്ത കാലത്തൊരു കുക്കിംഗ് കമ്പം? നിനക്ക് ജലദോഷല്ലേ, വെറുതെ അത് പനിയാക്കണ്ട, അതുകൊണ്ടാണ്. സത്യം പറയേട്ടാ, എന്ത് പറ്റി? അല്ല, 6 ബെഡ്റൂം വീടല്ലേ, നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടാ. ഓ അതൊന്നും സാരമില്ല, കുറച്ച് നാളത്തേക്ക് തന്നല്ലോ. നമ്മുടെ ബിസിനസ് പച്ചപിടിക്കുമ്പോ രഘുവേട്ടൻ പറഞ്ഞല്ലോ ഒരു സെർവന്റിനെ നിർത്താമെന്ന്. ഇപ്പൊ തോന്നണു ഇത്രയും വലിയ വീട് വാങ്ങണ്ടായിരുന്നു. നോക്കിയേ, 2 പെൺകുട്ടികൾ കൂടി നല്ലൊരു വീട് കിട്ടിയില്ലേ രഘുവേട്ടാ? അത് നമ്മൾ പട്ടണത്തിൽ ഇതിനേക്കാൾ ചെറിയ വീട് വിറ്റിട്ട് വന്നിട്ട് അതൊരു ഭാഗ്യല്ലേ? ഒക്കെയാണ്, എന്നാലും ചിലപ്പോ നീ ഇങ്ങനെ മാടുപോലെ പണിയെടുക്കണ കാണുമ്പോ എനിക്ക് വിഷമമുണ്ട് കേട്ടാ. അതൊന്നും സാരില്ല. ദേ ഐശ്വര്യ പച്ചക്കറി കൂട്ടാന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവളുടെ മനസ്സ് മാറണതിന് മുമ്പ് പോയി ഉണ്ടാക്കട്ടെട്ടാ. വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഹലോ ഗോപിക, നീയാ? ഞാൻ ഓഫീസിൽ ഇത്തിരി തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയാകോ? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടായിരുന്നു. എന്തേ? പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ബിജുവേട്ടനെ കണ്ടു. ഈശ്വര, എവിടെ വെച്ച്? ഞങ്ങള് പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അലൈനയ്ക്ക് വിശക്കണമെന്ന് കേട്ടപ്പോ ഒരു കഫേയിൽ കയറി. അവിടെ വെച്ചിട്ടാണ് കണ്ടത്. അതെ. ഒറ്റയ്ക്കായിരുന്നോ? അല്ല, കൂടിയൊരു കുട്ടിയുണ്ട്. ഏകദേശം അലൈനയുടെ ഒക്കെ പ്രായം വരും. അവളില്ലായിരുന്നോ? ആ വർണ്ണ ഇല്ല. കണ്ടാല് മുഖത്തിട്ടൊന്ന് പൊട്ടിക്കണട്ടാ. എനിക്ക് തോന്നുന്നു അവര് പട്ടണത്തിലേക്ക് പോവായിരുന്നു. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ ഇറങ്ങിയപ്പോ എതിരെ പോണ കണ്ടു. അത് പട്ടണത്തിലേക്കുള്ള വഴിയല്ലേ? അപർണെ കണ്ടുവച്ചാ അവള് ശരിക്ക് ചെമ്മേനെ അല്ലേടിയേ? ഉവ്വ്. ഷോ, ഞാനൂടി അവിടെ വേണമായിരുന്നു. അല്ല, നീ ബിജുവിനോട് സംസാരിച്ചില്ലേ? സംസാരിക്കാൻ തോന്നിയില്ല. ആ, ബിജുവിന് പിന്നെ മനസ്സിലായും കാണില്ല. പഴയ രൂപമൊക്കെ നിന്റെ കുറെ മാറിയില്ലേ?
നിനക്ക് തെറ്റി, ബിജുവേട്ടന് മനസ്സിലായി. അപ്പൊ ചോദിക്കായിരുന്നു എവിടെയാണ് താമസം, എന്താ ചെയ്യണേന്ന്. അപർണയെ കണ്ടിട്ട് എനിക്കൊരു കാര്യമില്ല ഇനി, പിന്നെ എന്തുട്ടിന്. അതും ശരിയാണ്. എന്നാലും നിന്റെ മനസ്സ് കലങ്ങിയില്ലേ? സാരില്ലേ, ഇക്കാര്യം പറഞ്ഞു തീർത്തപ്പോ എനിക്കൊരാശ്വാസായി. ആരെ കണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് നിനക്ക് ആശ്വാസായേ? ഈശോയെ, എന്താ ലൈന? പേര് വിളിക്കാനുണ്ടായിരുന്നു. ഹായ് റിന്ദ. ഞങ്ങളുടെ കാർട്ടൂൺ സ്ഥിരമായിട്ട് കാണണേ എല്ലാരും. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേട്ടാ. ആർക്കെങ്കിലും ഹായ് പറയാനുണ്ടെങ്കിൽ പേര് കമന്റിൽ എഴുതണം ട്ടാ.